BJP കഴിഞ്ഞ 10 വർഷത്തിൽ എത്ര പൈസ ഉണ്ടാക്കിയെന്ന് നോക്കിയാലോ. പോളിറ്റിക്സ് ഒക്കെ മാറ്റി വെച്ചിട്ട് കൃത്യമായിട്ടുള്ള ഡാറ്റാസ് വെച്ച് പറഞ്ഞുതരാം. 2014 BJPയുടെ കയ്യിലുണ്ടായിരുന്നത് 780 കോടി രൂപയാണ്. 10 വർഷം കൊണ്ട് ഇത് 10,000 കോടി രൂപയായി. പക്ഷേ ഈ പൈസ എവിടെ നോക്കിയാണ് വന്നതെന്നുള്ളതിന്റെ 3 എക്സാമ്പിൾസ് ഞാൻ തരാം. ഫെബ്രുവരി 2024 ഗവൺമെന്റ് സെമി കണ്ടക്ടർ മിഷൻ അനൗൺസ് ചെയ്തു. അതിൽ 2 പ്രൊജക്ട് ടാറ്റ ഗ്രൂപ്പിന് കിട്ടി. അത് 44,000 കോടി രൂപ സബ്സിഡിയോടുകൂടി. പിന്നീടാണ് അറിഞ്ഞത് പ്രൊജക്ട് കിട്ടിയതിന്റെ 2 ആഴ്ചക്കുള്ളിൽ തന്നെ ടാറ്റ ഗ്രൂപ്പ് BJPക്ക് 758 കോടി രൂപയാണ് ഡൊണേഷൻ ആയിട്ട് കൊടുത്തത്. രണ്ടാമത്തെ കേസ് ഐഡിയ കമ്പനി ഓർമ്മയുണ്ടല്ലോ എല്ലാവർക്കും. ഐഡിയ ഇന്ത്യയിൽ 2020 ആയപ്പോഴത്തേക്കും ഏകദേശം 2.5 ലക്ഷം കോടി രൂപയുടെ കടത്തിലായിരുന്നു. ഇത്രയും കടം ഉണ്ടായിട്ട് പോലും ഗവൺമെന്റ് ഐഡിയയുടെ 49% ഷെയർസും ഏറ്റെടുത്ത് ഇതിന്റെ പകുതി കടം സ്വന്തം തലയിലാക്കി. പിന്നീടാണ് അറിഞ്ഞത് 2.5 ലക്ഷം കോടി രൂപ കടം ഉണ്ടായിട്ടും ബിർള ഗ്രൂപ്പ് ഓണർ BJPക്ക് 100 കോടി രൂപയാണ് ഡൊണേഷൻ കൊടുത്തത്. മൂന്നാമത്തെ കേസ് മഹാരാഷ്ട്രയിൽ ഒരു കൺസ്ട്രക്ഷൻ പ്രൊജക്ടിന്റെ ലേലം നടന്നു. ഈ ലേലം ആക്ച്വലി L&T ആണ് ജയിച്ചത്. എന്നിട്ട് 3000 കോടി രൂപ എക്സ്ട്രാ ബിഡ് ചെയ്തിട്ടുള്ള മേഗ എഞ്ചിനീയറിംഗിനാണ് ഗവൺമെന്റ് ഈ പ്രൊജക്ട് കൊടുത്തത്. പിന്നീട് സുപ്രീം കോടതി അത് ഇടപെട്ട് ആ പ്രൊജക്ട് വീണ്ടും L&Tക്ക് തന്നെ പോയി. എന്നാലും അതിനുശേഷമാണ് അറിയാൻ കഴിഞ്ഞത് ഈ മേഗ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന കമ്പനി BJPക്ക് 586 കോടി രൂപയാണ് ഡൊണേഷൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിപ്പോ BJPയുടെ മാത്രം കഥയല്ല. എല്ലാ പൊളിറ്റിക്കൽ പാർട്ടികളും ഡൊണേഷൻ മേടിക്കുന്നുണ്ട്. BJP റൂൾ ചെയ്യണോണ്ട് കുറച്ച് അധികം മേടിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്താ ശരിക്കും ഇതിലുള്ള പ്രശ്നം എന്ന് അറിയോ? അതിനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. 2019 സൈഡസ് കാഡില എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫാർമ കമ്പനി BJPക്ക് ഏകദേശം 29 കോടി രൂപ ഇലക്ടോറൽ ബോണ്ട് വഴിയും ഇലക്ടോറൽ ട്രസ്റ്റ് വഴിയും ഡൊണേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കോവിഡ് വന്ന സമയത്ത് ഈ പറയുന്ന സൈഡസ് കാഡിലക്കാണ് ഗുജറാത്ത്, മഹാരാഷ്ട്ര, UPയിലൊക്കെ വാക്സിനേഷൻ സപ്ലൈ ചെയ്യാനായിട്ടുള്ള കോൺട്രാക്ട് കിട്ടിയത്. പക്ഷെ ആ പബ്ലിക് ആയിട്ടുള്ള ന്യൂസ് നിങ്ങൾക്ക് ഇന്നും സെർച്ച് ചെയ്ത് നോക്കാം. അന്ന് ആ ഒരു വാക്സിനേഷൻ എടുത്തതിന് ശേഷം പല ഹോസ്പിറ്റലുകളിലും പല കാഷ്വാലിറ്റീസും ആയതിനു ശേഷമാണ് കമ്പനി ഈ വാക്സിനേഷൻ എല്ലാം തിരിച്ചെടുത്തത്. അപ്പൊ ഈ ഡൊണേഷൻ മേടിച്ചിട്ട് കോൺട്രാക്ട് കൊടുക്കുമ്പോൾ നമ്മളെ പോലെയുള്ള ആൾക്കാരുടെ ജീവനൊക്കെ വെച്ചിട്ടാണ് കളിക്കുന്നത്. ഇതിൽ കോൺഗ്രസും ബാക്കിയുള്ള പാർട്ടികളും പുറയിലല്ല. ഇതേ സെയിം സൈഡസ് കാഡില കമ്പനിയുടെ കയ്യിൽ നിന്ന് കോൺഗ്രസ് 8 കോടി രൂപയായിരുന്നു ആ സമയത്ത് ഇലക്ടോറൽ ബോണ്ട് വഴി ഡൊണേഷൻ മേടിച്ചിരുന്നത്.